temple of the Holy Spirit. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാവുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വാസനമാവുവാനും കാരണം എന്താണ്? In Genesis chapter 1, verse 27, it says that God created man in his own image. ഉൽപ്പത്തി 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തില് മനുഷ്യനെ സൃഷ്ടിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ആമേൻ. God created us in his own image. ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ടാണ് He created me, he created you in his own image. നമ്മെയും നിങ്ങളെയും ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചത് കൊണ്ടാണ് നമ്മിൽ ദൈവം വസിക്കുന്നത്. He created us from the soil. He made from clay and make us a human being. നമ്മെ പൊടിയിൽ നിന്ന് അവൻ സൃഷ്ടിച്ചിട്ട് ദൈവത്തിന്റെ സ്വരൂപമാക്കി ദൈവത്തിന്റെ വാസസ്ഥലമാക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. We are in the image of God. നാം അതുകൊണ്ട് ദൈവത്തിന്റെ സ്വരൂപത്തിൽ ആയിരിക്കുന്നു. But not only that we made from the clay, but also He breathed through the nostril the life in us. നമ്മെ പൊടിയിൽ നിന്നും സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, നമ്മുടെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതുകയും കൂടെ ചെയ്തു. So because we are the temple of God, we must take care and make our body clean. അതുകൊണ്ട് നാം ദൈവത്തിന്റെ ആലയമായി നമ്മുടെ ശരീരത്തിനെ സൂക്ഷിക്കുമ്പോൾ അത് വളരെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. If we turn from the old epistle to 2 Corinthians 2 Corinthians chapter 7, verse 1. It says, since we have these promises, dear friends, let us purify ourselves from everything that contaminates body and spirit, protecting holiness out of reverence for God. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെളിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തിരിച്ചുകൊണ്ടാണ്.